ഹലോ 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 ഇതാര് സുനിമോനോ? സുനിമോനെ സുനി സുനി സംസാരിക്കും നിന്നെ വിളിക്കുന്ന. ഓ സരക്കാണോ? ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി കടൽ തീരത്തോട്ട് പോകരുത്. ആടല്ലേ എന്താ പരിപാടി ഇവിടെ? ഞാൻ ഓൾറെഡി കാറ്റ് വിട്ടിട്ട് തിരിച്ചു പോകാമായിരുന്നു. അങ്ങനെ ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരുന്നു. ഞാൻ ഇവിടെ നല്ല ഇന്നെന്തോ കടൽ കാണാൻ നല്ല രസം. ഇന്ന് നോക്കിയാ പെങ്കൊച്ചിന്ന് വരി നോക്കി കടലിൽ നിന്ന്. അതെ 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 അതെ. ചിലപ്പോ ഇവിടെ ഹീലിബാഡ് കടൽ കാറ്റ് കൊള്ളണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കറങ്ങിക്കുന്നുണ്ടായിരുന്നു. അല്ലേടാ സുനിമോന്? ഹെയിലി മാഡത്തിന് അറിഞ്ഞൂടെ? സത്യം ഹെയിലി മാഡം ഇവിടെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കടൽക്കാറ്റ് കൊള്ളണമെന്ന്. ഇന്ന് എന്തിനാണ് പറഞ്ഞത്? എല്ലാവർക്കും കടൽക്കാറ്റ് കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. കാണൂലായിരുന്നല്ലേ? എന്തൊരു കോയിൻസിഡൻസ് അല്ലേ? ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചതേ കടലിന്റെ അവിടെ ഉണ്ടാവുമെന്ന്. ഞാൻ ഒട്ടും കെവിനും ഇപ്പൊ അതേപോലെയാണ് വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നു. എങ്ങനെ നക്കി വരുന്നു ഇവനൊക്കെ? കാറ്റുള്ളതെന്നാണ് ഞാൻ. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നാണ് സുനിമോൻ ചോദിച്ചത് ആര് ഞാൻ സുനിമോൻ എന്ന് പറയാൻ അതിന് തന്നില്ല. വന്ന് എന്നിട്ട് ഞാൻ പറയണം എനിക്ക് അവന് കോപ്പിറൈറ്റ് മേടിച്ചാൽ നിക്കി നോക്കാം അവൻ. ഞാനൊരു കാര്യം പറട്ടെ, ഇവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ വലയിടാൻ വന്നില്ലേടാ ഇവിടെ? വലയിടാൻ വന്നില്ലേ കടലില്? അതെ അതെ അതെ. ട്രക്കി വളി വിടാൻ വന്നേടത്. ആവതില്ലാത്തവനാണ് അവൻ അവിടെ വന്ന് നിക്കണത്. അവൻ സുഖല്ലേ? പറയട്ടെ, നമുക്ക് നമുക്കിവിടെ ഡ്രസ് ഇടാൻ പാടില്ലല്ലേ? ഒന്നും ഇടാൻ പാടില്ലല്ലേ? 30-ാം തീയതി കഴിയുമ്പോ ഇടാം. 30-ാം തീയതി കഴിയുമ്പോ ഇടാം. വേണമെങ്കിൽ കിട്ടോ, സീനൊന്നുമില്ല. ഒരു സീനും ഇല്ല. ഞാൻ കാര്യം പറയട്ടെ, ഒരുത്തനെ പോലും ഞാൻ വെടിവെച്ചില്ല. ഞാൻ വെറുതെ ഗ്യാങ് ചുമ്മാ 2 വെടി ആകാശത്തോട്ട് വെച്ചാലാണ് 5 ദിവസം തന്നത്. അതെ അതെ അതെ, അതിനാണ് ആദ്യം കിട്ടിയത്. അതിന്റെ കൂടെ മറ്റേ റീഎൻട്രി ചെയ്തതിന്റെ നമ്മള് തിരിച്ച് അമ്മ എത്ര റീഎൻട്രി അടിച്ചപ്പോ തിരിച്ചു പോയി റീഎൻട്രി ചെയ്ത് എന്തിനെന്ന് ചോദിക്കാൻ ചെന്നതിന് അതിനും കിട്ടി ഒരു 7. എക്സ്റ്റെൻഡ് എന്തിനായിരുന്നു? എക്സ്റ്റെൻഡ് ആയതല്ല, അതിന്റെ കൂടെ ചേർത്താണ് തന്നത്. അതുകൊണ്ട് വലിയ പാടില്ലായിരുന്നു. 7 ദിവസം മൊത്തത്തിലാണ് കിട്ടിയത്. അതെ, മറ്റേ 3-ഉം മറ്റേ ഇത് 7. നവംബർ 30 7:30 കഴിയുമ്പോ നമ്മളൊരു എൻട്രി ഉണ്ട്. അത്രേ ഉള്ളു. നവംബർ 30 ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നവംബർ 30. അതെ അതെ, ഡിസംബർ 30 പോക്കുണ്ട്. 15 ദിവസം ബിഗ്ഗസ്റ്റ് കംബാക്ക്. ഇത് ഇനിയിപ്പോ നവംബറിലാണ്. നവംബറിലെ കംബാക്ക് 30-ാം തീയതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്യാം. 30-ാം തീയതി 9:45 കംബാക്ക്. വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുത്ത് കളയും. വേണം കെവിനെ, നിന്നെ കളയും, നിന്റെ അനിയനെ കളയും. നവംബർ 30 വരെയാണല്ലേ? ഓ പറ കെവിനെ, നീ വരുന്ന പട്ടിക കേൾക്കുന്നതിന് പ്രശ്നമില്ലെങ്കിൽ നീ വരണ്ട. നീ പോയി കടൽ വലയിട്ട് മീൻ്റെ അണ്ടി പിടിച്ചിരിക്കും. കൊറേ നാക്ക് ശേഷേ സിറ്റിയിൽ ഇപ്പൊ ഗ്യാങ്ങിന്റെ സസ്പെൻഷനും എല്ലാ പ്രശ്നങ്ങളും. ആരാണ് എച്ച്എഫിനെ അടിച്ചത്? കൊറേ നാളായിട്ട് പ്രശ്നവും ഈ കടലിലെന്ന് ഈ സിറ്റിയിലെ അടിയും വഴക്കും അതിന്റെ കൂടെ ഇപ്പോഴത്തെ ഈ സസ്പെൻഷനും എല്ലാം ആയിട്ട് എനിക്കങ്ങ് മെന്റലി എനിക്കങ്ങ് മടുത്ത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് അല്ല, അത് ഗ്യാങ് ഡ്രസ് അല്ല, അത് ഇടാം. അത് കഴിച്ചിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ സിറ്റിയിൽ ഇപ്പൊ ഇങ്ങനെ ഇവന്മാരുടെ ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, രാത്രി കുത്താട്ടം ടീം, ഇവരുടെ കൂടെയൊക്കെ നടക്കും. അത് തന്നെ, അവരുടെ കൂടെയാണ് ഞാൻ നടക്കുന്നത് ഇപ്പൊ. പക്ഷേ കുറച്ച് ദിവസം നടന്നു ഇങ്ങനെ. അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായാലേ ഇവിടെ എപ്പോഴും ഉള്ളതുപോലെ അല്ല കാര്യങ്ങൾ. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല പെൺകൊച്ചുങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. അത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടോ, അതെന്ത് നീ പറഞ്ഞു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും പെൺപിള്ളേരൊക്കെ നേരത്തെ സിറ്റി വന്നിട്ട് നേരത്തെ പോവെന്ന്. പക്ഷെ അങ്ങനല്ലടാ.
അങ്ങനല്ല പണ്ടത്തെ പെമ്പിള്ളാരെന്നൊക്കെ പറഞ്ഞ നമ്മൾ വിചാരിക്കുന്ന എന്താ വൈകുന്നേരം വീട്ടിൽ വഴക്കുറയും മറ്റേ സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് പൊക്കളയും എന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ വെളുപ്പം കാലത്ത് വരെ ഇരിക്കണം. മറ്റേ വെള്ളോട്ട പോക്കർ പണ്ടച്ചികൾക്കൊക്കെയാണ് എല്ലാ പെണ്ണുങ്ങളും ഇവിടെ സെറ്റ് ആവുന്നത്. പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ? ഹലോ 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 ഞാൻ എന്റെ സീരിയസ് ആയിട്ട് കാര്യം പറയണം. അടിപ്പാട്ട് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് വന്ന് പറ. അപ്പം സത്യം പറഞ്ഞ തപ്പി ഇറങ്ങിയതാണോ അസുഖം? അത് പറ. അയ്യോ അല്ല, ഞാൻ കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു പ്രത്യേക ഭംഗിയില്ലേ നോക്ക്. മരുന്നേരും അറിഞ്ഞല്ലേ ഇത് ഭംഗിയുണ്ടെന്ന്. ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു കൊച്ചു ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ആള് വരുന്നില്ല. ആളുടെ പേര് ഒരു ചെറിയ കോമഡി ഉണ്ട്. ആളുടെ പേര് നെസക്കുട്ടി എന്നാണ്. പക്ഷേ ആളുടെ വിളിപ്പേരെന്തെന്നറിയാമോ? ഇല്ല. അമ്മുക്കുട്ടി. ഇത് ഞാൻ എടുത്ത് തരക്കെ എനിക്ക് തരുവോടാ? അമ്മുക്കുട്ടീന്ന് ഞാനിട്ട പേരാണ്. എനിക്ക് വേണം. ഞാൻ പറയട്ടെ ഫുള്ള്. ഞാൻ പറയാം കേട്ടോ. ആളുടെ പേര് നെസക്കുട്ടി എന്നാണ്. ഞാനായിട്ട് ഇട്ട പേരാണ്. മനസ്സിലായില്ലേ? അമ്മുക്കുട്ടി എന്നുള്ളത്. അങ്ങനെ ഒരു പേരില്ല. ഞാൻ മാറ്റാം. നെസക്കുട്ടി എന്നാണ് യഥാർത്ഥ പേര്. മനസ്സിലായില്ലേ? അപ്പൊ അമ്മുക്കുട്ടി ആക്കുന്നില്ല. അപ്പൊ മാറ്റി വന്നേ കണ്ടോ കാലപാടാത്ത ഒരു പെണ്ണിനെ കഷ്ടപ്പെട്ടു. ഇല്ല എന്തായാലും വേണ്ട. ഞാൻ വിളിക്കാതെ വിചാരിച്ചതാണെങ്കിൽ എന്റെ മനസ്സിൽ വിചാരിച്ച കാര്യമാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ എലിക്കുട്ടി എന്നാക്കാൻ പോണ പേര്. എലിക്കുട്ടി. അതെടുത്തോ. ഒരു കുഴപ്പമില്ല. അതെടുത്തോ. അത് പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഇനി ഞാൻ എലിക്കുട്ടി വിളിച്ചോളാം. ഓ അങ്ങനെ വിളിച്ചോ. സമാധാനം. രാത്രി കടൽക്കാറ്റ് കൊള്ളാതിട്ട് വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ അതൊക്കെ. ബാക്കിയുള്ള മറ്റേ ആണ്ടിന് സംക്രാന്തിക്ക് ഒരു പ്രേമ വരുന്നത് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് അതും വേണോന്ന് പറഞ്ഞു വരുന്നത്. ഓ പറച്ചിൽ കേട്ടാ തോന്നുന്നു എന്റെ ഇടത്തും വലത്തും മറ്റേ സുന്ദരിമാരാണെന്ന്. ഈ അണ്ടിവലിന്റെ കൂടെ വാർ കളിക്കുന്നത് ആ വാറിപ്പോലൊരു സമാധാനമില്ല. അല്ലാത്തപ്പോഴും തന്നെ പെണ്ണും ഇല്ല, ഒരു പറയില്ല. ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ്. ഹെലി വേണമില്ലേ? ഒന്നുമില്ലല്ലോ വാസുവിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി തടവൂല. ഹെലി വേണം. ഹെലി വേണത്തിന് ഒരു അനിയൻ പുണ്ടച്ചിയുണ്ട്. അവൻ കൊണ്ടുപോയി. ഞാൻ എന്തിനു ചെയ്യാൻ പറ്റും? എന്നാലും ഹെലി മാഡത്തിന് ഇഷ്ടമൊക്കെ ഉണ്ട് എൻ്റെ ഒരു അറിവില്. അത്രയ്ക്ക് ഒരു പ്രതീക്ഷയും ഇല്ലേ? എനിക്കതും ഇല്ല. ഇപ്പൊ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ഇവിടെ പരിചയപ്പെട്ട എല്ലാ പെങ്കൊച്ചുങ്ങൾക്കും കാമുകന്മാരും എല്ലാം ഉണ്ട്. പക്ഷേ അപ്പൊ ഇതിലാകെ കാണാൻ സുന്ദരിയും എന്തുകൊണ്ടും എനിക്ക് ചേരുന്നതുമായ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു നിൽക്കുന്നത്. മാറി ഇപ്പുറത്തോട് മാറിക്കാം. വഴിയെ പോണ ഗർഭമല്ല എന്റെ തലയിലാവണ സമയമാണ്. വാ. അല്ല അത് വരില്ല. അത് ഓൾറെഡി അച്ഛനുള്ളതാണ്. ഓൾറെഡി അച്ഛനുള്ളത്. നല്ലൊരു അച്ഛനുണ്ട്. അതിന് ഓൾറെഡി നല്ലൊരു അച്ഛനുണ്ട്. ഇനി കുറച്ചൊന്നും എടുക്കത്തില്ല. ഇവിടെ നിന്ന് തുമ്മിയുടെ തുപ്പല കുറച്ച് അത് വെച്ച് പിടിക്കും. അങ്ങനത്തെ കേസൊക്കെ വരും. അത് വെച്ച് എന്റെ കൊച്ചാണെന്ന് പറയണ കാലമാണ്. എനിക്ക് വയ്യ. ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് തോന്നിയല്ലേ? എനിക്കും തോന്നി. അതെ നിന്റെ തത്സമയായിരുന്നല്ലേ? അവസ്ഥ ഞാൻ നോക്കിയപ്പോ ഞാൻ എവിടെ അത് വായിച്ചത് ഒരാൾ ഇവിടെ ഇരുന്ന് തിന്നാൻ തുടങ്ങിയങ്ങോട്ട്. അയ്യോ ഹായ്. ഓ ആയിക്കോട്ടെ. പരിചയപ്പെടാം. ഒരു പ്രശ്നമില്ല. പരിചയപ്പെടാം. എന്റെ പേര് സരക്കടാനി. ഇത് പരന്തു വാസു. അത് കെവിൻ ഈഗർ. ബ്രോ പെങ്ങളൂരിലും ഉണ്ടോ ബ്രോയ്ക്ക്? അല്ല ഒരു കല്യാണമല്ല ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു ബ്രോ. അതുകൊണ്ട് വെച്ചാണ്. നല്ലൊരു പയ്യുണ്ട് സിറ്റിയിലെ. പ്രളയത്തിന് എല്ലാരും ഒഴുകിപ്പോയി. ബ്രോ ഇത് കൂടെ ഒഴുകായിരുന്നു.
ബ്രോ എന്താ ഉണ്ടായിരുന്നോ? അയ്യോ, എന്തിനുണ്ടായിരുന്നു പോയ ഭാര്യ കണ്ടുപിടിക്കാനൊന്നും ഇനിഷ്യേറ്റീവ് എടുത്തില്ല. എല്ലാം തപ്പിയതാ. മണ്ണ് വരെ കുഴിച്ചു നോക്കിയ നോക്കാത്ത സ്ഥലം ബാക്കിയില്ല. ഞാൻ അവിടെ ഭാര്യയുടെ പെങ്ങളല്ലേ നീ തപ്പി നോക്കിയത്? ഭാര്യ തപ്പാൻ ഒരു വഴിയില്ല. നീ ഭാര്യയുടെ പെങ്ങളെ മറ്റേ കുളത്തി വരെ തപ്പിയിട്ടുണ്ടാവും. ഇല്ല എന്റെ സ്വന്തം ഭാര്യ. സ്വന്തം ഭാര്യ. അത് പിന്നെ ബാക്കിയുള്ളവര് എന്റെ സ്വന്തം ഭാര്യ അതൊരു സങ്കടമായി ബ്രോ. പിന്നെ വിവരമൊന്നും കിട്ടിയില്ല. എന്ത് കിട്ടാനാ? ഞാനൊരു ചട്ടിപ്പുറത്താ ഞാൻ ആ മണ്ണിന്റെ അകത്തുനിന്ന് എന്നെ പൊക്കിയെടുത്തത്. ഞാൻ ആ ഒരു വന്നു നോക്കിയപ്പോ വീട്ടുകാര് മൊത്തം പോയി, ഞാൻ മാത്രമുണ്ട്. നീ ഇത്ര സന്തോഷത്തോടെ പറഞ്ഞു മാസേ ആയോളൂ ബ്രോ. എന്നിട്ട് ഒന്ന് പാർട്ണറിനെയൊക്കെ മനസ്സിലാക്കി സന്തോഷത്തോടെ ഒന്ന് ജീവിച്ചു വന്ന് തുടങ്ങുമായിരുന്നു. അപ്പോഴത്തേക്ക് കൊണ്ടുപോയല്ല. ഒരാളൊരു വിഷമം പറയുമ്പോ ഏത് സമയത്താ പെട്ടെന്ന് വെള്ളം വന്നത്? നിങ്ങളുടെ എന്തെങ്കിലും വെള്ളം വന്നത്? വെള്ളപ്പാച്ചലിന് പോയത് ഒരേ സമയത്ത് വന്നത്. എനിക്ക് മനസ്സിലായില്ല അത് ഏതായിരുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് മനസ്സിലായിരുന്നത്. എന്തിനൊക്കെ എന്താണ് കൺഫ്യൂഷൻ ആയി പോലെ ബ്രോ. ആർക്കാണേലും കൺഫ്യൂഷൻ വരും കേട്ടോ. ഈ രണ്ട് വെള്ളം ഒരേ സമയത്ത് വരുന്ന സമയത്ത് വിഷമമുണ്ട്. എനിക്ക് വിഷമം. പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ഇവിടെ സിറ്റിയിലുണ്ടോ? ഞാനാരും ഇവിടത്തെ മറ്റേ വാട്ടർ ബോഡി സൈറ്റിലെ വാമന എല്ലാം നിനക്ക് നോക്കിട്ട് പറഞ്ഞു നിങ്ങക്ക് നിന്റെ പരിചയത്തിൽ വല്ല പെണ്ണുങ്ങളോട്ടെ നമ്മുടെ അടുത്ത് പറഞ്ഞ നമ്മുടെ പരിചയത്തിൽ പെണ്ണൊന്നും ഇല്ല. പോലും പെണ്ണില്ല. ഞാൻ ഇവിടെ എല്ലാം പണി എടുക്കാത്ത പണിയില്ല ഇവിടെ, മനസ്സിലായില്ലേ? എനിക്ക് 2-3 പെമ്പിള്ളേരെ നമ്പർ കിട്ടി. പേര് പറ ആദ്യം. അറിയാതെ എനിക്ക് അറിയുന്നതാണോ അറിയാത്തെന്ന് നോക്കട്ടെ. ഒന്ന് ദക്ഷ എന്ന് പറഞ്ഞു. ഭയങ്കര ജാടയാട്ടോ, ഭയങ്കര ജാട. എന്റെ ക്ലോസർ ഉണ്ടോ? എന്റെ ക്ലോസർ ഉണ്ടോ? ഞങ്ങള് എടാ നിനക്ക് വേറെ കാര്യം തെറ്റി. നമുക്ക് പെമ്പിള്ളാരെ നമ്പർ വേണ്ട. നമ്മുടെ അടുത്ത് പെമ്പിള്ളാരെ നമ്പർ ഇങ്ങോട്ട് ചോദിക്കണം. അതാണ് നമ്മുടെ രീതി. അതാണ് നമ്മുടെ രീതി. അതുകൊണ്ട് എന്താ ലാസ്റ്റ് 3 വർഷമായിട്ട് ഒരാളെ പോലും വിളിക്കണം. ഇടയ്ക്കിടയ്ക്ക് വാസുവിന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ വിളിക്കും, ഞാൻ അങ്ങോട്ടും വിളിക്കും. അതാണ് നമ്മളെ രീതി. പിന്നെ ഒരു മെറിൻ, പിന്നെ വേറെ അത്രേ ഉള്ളൂ. അതല്ലേ അത് രണ്ടുള്ളല്ലേ? ഓക്കെ. പിന്നെ ആകെ ഇച്ചിരി സ്നേഹമുള്ള ആ മെറിനാ. ബാക്കി മറ്റേ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയുടെ സ്വഭാവം. ആര്? ദക്ഷയാണ്. ദക്ഷയെ ഞാൻ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, അതെനിക്ക് അറിഞ്ഞൂടല്ലേ? പരിചയപ്പെട്ടതൊക്കെ ഭയങ്കര അതെന്തറിയാമോടാ, ആ കൊച്ചിന് ആണുങ്ങളുടെ അടുത്ത് താല്പര്യമില്ല. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വലിയ താല്പര്യം കാണിക്കരുത്. അതെ, എന്റെ അടുത്ത് താല്പര്യമാണ്. ഞാൻ കാര്യം പറയട്ടെ, ഈ മണ്ടം പറഞ്ഞ തമാശക്കൊക്കെ ചിരിച്ചു കൊടുക്കല്ലേ. നമ്മൾ ഒരു സടിക്കണം. എടാ നീ ഒരു മണ്ടനാണ്. നീ ഒരു ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ബാബുവിനെ പോലെ ഈ കാണിക്കുന്നുണ്ടാ. ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ബാബുവിനെ പോലെ ഈ കാണിക്കുന്നില്ല. നിന്റെ കോമഡി കൊള്ളാം. പക്ഷെ എന്നാ നിന്റെ അടുത്ത് ഒരു ഓപ്പൺ ചലഞ്ച് ചോദിക്കാം. നീ റെഡിയാണോ? ഒരു ഓപ്പൺ ചലഞ്ച്. വണ്ടി ഫണ്ട് അടിക്കാനൊന്നുമല്ല, അതൊന്നുമല്ല, അങ്ങനത്തെ ഓപ്പൺ ചലഞ്ച് ഒന്നുമല്ല. നിന്റെ അടുത്ത് ഓപ്പൺ ചലഞ്ച് ചോദിക്കാം. ഇനി നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഈ സിറ്റിയിൽ നിന്റെ കൂടെയാണോ ഒരു പെണ്ണ്, എന്റെ കൂടെയാണോ ഒരു പെണ്ണെന്ന് നോക്കാം. റെഡിയാണോ നീ? റെഡിയാണോ? സാരി വെച്ച് പോ. മുടി കറക്റ്റ് ആണ്. ഇടത്തും വലത്തും നിൽക്കുന്ന കാണിച്ചു തരാം ഞങ്ങള് പെണ്ണുങ്ങള്. നിനക്ക് കൂട്ടാൻ പറ്റുന്ന എത്ര പെണ്ണുങ്ങളെ കൂട്ടുന്നീ? ഞങ്ങൾ കൂട്ടാൻ പറ്റുന്ന എത്ര പെണ്ണുങ്ങളെ കൂട്ടാം? ആളെ വരുത്തും. ഞങ്ങള് ഇറക്കും. നമ്മൾ കാശ് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഒറ്റ കോള് മതി. ഇവിടെ വന്ന് നിക്കും. വാടാ, ഞങ്ങൾ മൊത്തം ഇറങ്ങടാ. 32 പേര് ഇവിടെ നിൽക്കും. കോലയുടെ സൂക്ഷിച്ച് ബാക്കിയില്ല. ഇവിടെ നിൽക്കും.
വേണ്ടി വന്നു കഴിഞ്ഞാൽ മാസം വരെ ഒരു ചിരട്ടാക്കി അത് ചേർട്ടാ എന്തുവാ ബ്രോ ആസനത്തിൽ ബ്രോ ഇത് മറ്റേ എന്റെ ആള് എന്തിനൊക്കെ